ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് ആണ് തന്നത്. നിഫ്റ്റി കൃത്യമായിട്ട് പറയണമെങ്കിൽ ഓപ്പൺ ചെയ്തത് ഏകദേശം 24,900 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്തതിനു ശേഷം ആശാൻ ഇന്ന് പറയുന്ന 90യുടെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്തു. പിന്നെ അവിടെ നിന്ന് കയറി വിവാപ്പ് ബ്രേക്ക് ചെയ്തു, ബുള്ളിഷ് റെഫറൻസ് ബ്രേക്ക് ചെയ്തു. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത റെഫറൻസിനെ വെച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ തിരിച്ച് താഴേക്ക് അവ ഇറങ്ങി. തിരിച്ച് വീണ്ടും വിവാപ്പിന്റെ ഭാഗത്ത് വന്ന് താഴേക്കൊന്ന് വന്നു. പി ഒ സിയുടെ ഭാഗത്ത് റിട്രേസ്മെന്റ് ചെയ്യാൻ നോക്കി, നടന്നില്ല. തിരിച്ച് വീണ്ടും ബുള്ളിഷ് റെഫറൻസ് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് ടാർഗറ്റ് R1ലേക്ക് പോയി, R1ന് താഴേക്ക് ഇറങ്ങി ബുള്ളിഷ് റെഫറൻസ് വന്നു. വീണ്ടും ആ ഭാഗത്ത് ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു നല്ലൊരു മൂവ്മെന്റ് താഴേക്കും മുകളിലേക്കും വന്നെങ്കിൽ കൂടി എനിക്ക് കൃത്യമായിട്ട് നല്ലൊരു പ്രോഫിറ്റബിലിറ്റി വന്ന ട്രേഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ട്രേഡ് കിട്ടിയതിൽ കൂടെ ഈ ഒരു ട്രേഡ് ബുള്ളിഷ് റഫറൻസിൽ തുടങ്ങി ഇവിടെ എക്സിറ്റ് വന്ന ആ ട്രേഡില് നല്ലൊരു പോയിന്റ് കിട്ടിയായിരുന്നു. ഞാനത് സ്പ്രെഡ് ഒക്കെയാണ് ചെയ്തത്. അതിന്റെ വീഡിയോ ഞാൻ അതിന്റെ 1% സ്ട്രാറ്റജിയുടെ വീഡിയോ യൂട്യൂബിൽ നമ്മുടെ ലിങ്കിലുണ്ട്. സോ നിഫ്റ്റി നല്ലൊരു രീതിയിൽ തോന്നും. നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിലാണ് നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി അധികം ഒരു മൂവ്മെന്റും തന്നില്ല. സത്യം പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആശാൻ ആ ഒരു ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ തന്നെയാണ് ആ ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ചു. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമൊന്നും ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. സോ പിന്നെ നമ്മുടെ ഇന്ന് നോക്കുകയാണെങ്കിൽ നാളെ നമുക്ക് റിസർവ് ബാങ്കിന്റെ RBIയുടെ പണവിനിമയ നിരക്ക് നാളെ വരെയാണ് നമ്മുടെ റിസർവ്. അപ്പൊ അത് 10 മണിയാകുമ്പോൾ ഡേറ്റ വരും. അതിനുശേഷം മാർക്കറ്റിൽ പൊതുവെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ഒക്കെ പ്രതീക്ഷിച്ച് വരാം. അത് വരെയും ചെയ്യും. അതുകൂടാതെ ജപ്പാന്റെ മാർക്കറ്റിൽ വന്ന വളരെയധികം പോസിറ്റീവായുള്ള കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ജപ്പാനിൽ വളരെയധികം പോസിറ്റീവായ കാര്യമാണ് മോർണിംഗിൽ വന്നത്. USDയുടെ എക്സ്പോർട്സും കൂടി, ഇമ്പോർട്സ് കുറഞ്ഞു. അപ്പൊ അതൊരു എന്താണ്, എക്സ്പോർട്സ് കൂടുമ്പോൾ എക്കണോമി ബുള്ളിഷ് ആണെന്ന് അർത്ഥം. ഇമ്പോർട്ട് കുറയുമ്പോൾ നമ്മളെന്താണ് നമ്മളെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയാൻ നമുക്ക് അവർക്ക് സംബന്ധിച്ച് വളരെ പോസിറ്റീവായ കാര്യമാണ്. പക്ഷെ ട്രേഡ് ബാലൻസ് അവര് പ്രതീക്ഷിച്ചതിനെക്കാട്ടും കുറച്ച് ചെറിയൊരു നെഗറ്റീവാണ് വന്നേക്കുന്നത്. അങ്ങനെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. അതുകൂടാതെ അറ്റ്ലാന്റയുടെ GDP വളരെയധികം ഒരു പോസിറ്റീവായ ഒരു കാര്യമാണ്. അറ്റ്ലാന്റയുടെ GDP ഫെഡറൽ Q3 വന്നേക്കുന്നത് 3.1, 2.5 പ്രതീക്ഷ സ്ഥാനത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാതാണ്ട് ഇത് 3.2 വന്നേക്കുന്നത്. അത് വളരെയധികം പോസിറ്റീവായ കാര്യമാണ് വന്നത്. അപ്പൊ നമ്മുടെ അമേരിക്കൻ മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോൾ 77 പോയിന്റ് ഡൗ ജോൺസ് നിൽക്കുന്നുണ്ട്. നാസ്ഡാക്ക് 240 പോയിന്റ്സ് നിൽക്കുന്നു. നമ്മളെ നിഫ്റ്റി പറയുകയാണെങ്കിൽ 25,186 ഭാഗത്തൊക്കെ നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞ മാർക്കറ്റിൽ ഫ്ലാറ്റിൽ നിൽക്കണം. നമ്മുടെ മാർക്കറ്റ് നാളെ RBIയുടെ ഡിസിഷനും RBIയുടെ പോളിസി മീറ്റും RBIയുടെ ഔട്ട്കമും പോലെ ആയിരിക്കും നാളെ നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതുവരെ നിങ്ങൾ വാച്ച് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പ്രീമിയം ഒക്കെ ഷൂട്ടപ്പായി നിൽക്കുന്ന പ്രീമിയം ഒക്കെ ഒന്ന് കൺസോൾട്ട് ആയതിനു ശേഷം നല്ലൊരു ട്രേഡ് സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ എടുക്കുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസ് നമുക്ക് നോക്കാം. സോ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിലെ പ്രകാരം ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പ്യുവർലി ഒരു എന്തുവാണ്, ഒരു എന്നെ സംബന്ധിച്ച് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 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 റേഞ്ച് ആയിരുന്നു. ഞാൻ ഈ POC ഒക്കെ ഒന്ന് മെർജ് ചെയ്തെങ്കിൽ കൂടി എന്തുവാണ്, ഞാൻ ഈ POC ഒക്കെ ഞാൻ ഇന്നത്തെയും POC ഒക്കെ ഞാൻ മെർജ് ചെയ്തു. അത് മെർജ് ചെയ്ത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഒരു ഐഡന്റിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ താഴത്തെ ലെവലിൽ ഇപ്പൊ വന്നിറങ്ങി ഈ ഭാഗത്ത് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയൊക്കെയാണ് ആ ഒരു മെർജിങ് ഞാൻ ചെയ്തത്. സോ അത് ചെയ്തതിന് വേറെ ഒന്നും വിഷയമല്ല, ഇവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ആവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ എനിക്ക് അറിയണമല്ലോ. അപ്പൊ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു മെർജിങ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിഫ്റ്റി എന്താണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിഫ്റ്റി അറിയാൻ പറ്റും. നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു എന്തുവാണ്, ഒരു ഒരു ബാലൻസിങ്, ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ തന്നെ നിഫ്റ്റിയിൽ നിന്ന് വന്നിട്ടുണ്ട്. നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. ഫസ്റ്റ് ടാർഗറ്റ് തന്നു, സെക്കൻഡ് ടാർഗറ്റിന് കുറച്ച് മുകളിലൊക്കെ വന്നതിന് ശേഷം തിരിച്ച് താഴേക്ക് ഇറങ്ങി POCയുടെ മുകളിലും ഏകദേശം പറഞ്ഞ ഫസ്റ്റ് ടാർഗറ്റിന് മുകളിലൊക്കെ നിഫ്റ്റി ക്ലോസ് ചെയ്ത്. നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഇന്നലെ അടിച്ചിറങ്ങിയ പ്രൊഫൈലിന്റെ ഈ C പീരീഡിന്റെ ഭാഗത്ത് C പീരീഡ് വന്ന സിംഗിൾ എക്സ്റ്റൻഷൻ ഹാൻഡിലിന്റെ സിംഗിൾ പ്രിന്റ് ആയി 25,188 ഭാഗത്ത് ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രൊഫൈലിനെ ഒന്ന് ഞാൻ മാറാൻ വേണം. അപ്പൊ നിങ്ങൾ ഓർത്തോളുക, 25,000 ഇന്നത്തെ POC എന്ന് പറയുമ്പോൾ 25,000
92 ഇന്നത്തെ പി ഒ സി. ഇപ്പൊ ഈ പി ഒ സിക്ക് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് മൂവ്മെന്റ് വരാം. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ പി ഒ സി നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ 25,092 നമ്മുടെ പി ഒ സി. ഇപ്പൊ നമുക്കറിയാലോ 25,092 നമ്മുടെ ഇന്നത്തെ പി ഒ സി. ആ പി ഒ സി നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് 25,092. ഓക്കെ, ഈ പി ഒ സി ഇവിടെ നമുക്ക് ഞാനത് വ്യക്തമായി മാർക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് അറിയാൻ വേണ്ടി പി ഒ സി കളർ മാഗ്നറ്റ് ആണ്. സോ ഇന്നത്തെ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് വന്ന ഹൈ ആയ 25,200 മുകളിലാണ് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് നിൽക്കുന്നത്. 25,200 നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. എന്താണ് ബുള്ളിഷ് റെഫറൻസ് വന്ന് നിൽക്കുന്നത് 25,100 അതായത് 25,100 ഭാഗത്താണ് 25,200 ഭാഗത്താണ് നമ്മുടെ ബുള്ളിഷ് റെഫറൻസ്. അതാണ് നമ്മുടെ ബ്ലാക്ക് ലൈൻ. ഇനി അടുത്ത ബെയറിഷ് റെഫറൻസ് ഞാനൊന്നും മാറ്റിയിട്ടില്ല. ആ ബെയറിഷ് റെഫറൻസ് 24,900 24,900 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. ഇത് രണ്ടും ഞാൻ നിങ്ങളെ മനസ്സിൽ ഇപ്പോഴേ ഞാനൊന്ന് വെച്ചേക്കാം. ബെയറിഷ് റെഫറൻസും ബുള്ളിഷ് റെഫറൻസും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ മാർക്കറ്റ് നിന്ന് എങ്ങനെ പോയി. 25,200 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 25,000 ഏതാണ് 277 25,277. അപ്പം 25,277 എന്ന് പറഞ്ഞത് എന്താണ് നമ്മൾ R1 ആണ് 25,277. ഇപ്പൊ അത് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 27,270 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോണ 27,327 27,327 അത് നമ്മുടെ R2 ആണ്. അതിന് മുകളിൽ എത്രയാണ് 25,327 മുകളിൽ അടുത്തത് വരുന്നത് 27,388 മാറിപ്പോ 25,388 എന്ന് പറഞ്ഞ ഈ ഒരു ലെവല് 25 ഈ 358 പൊട്ടുകയാണെങ്കിൽ നാളെ ആർ ബി ഡേയും കൂടെ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വരയ്ക്കാം. നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ഡെസ്റ്റിനേഷൻ ലെവലായ 25,455 എന്ന് പറഞ്ഞ പി ഒ സി 25,455 എന്ന് പറഞ്ഞ R4 ആൻഡ് വിപോക്ക് പഴയൊരു വിപോക്ക് ആണ്. അപ്പൊ ഞാൻ എന്റെ കോർഡിനേറ്റ് വച്ചു. അതിന്റെ കളർ ഞാൻ ഒന്ന് മാറ്റാം. മാഗ്നറ്റ് ആണ്. ഓർത്തോളുക, നമ്മൾക്ക് ബുള്ളിഷ് റെഫറൻസ് ആയി 25,200 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 25,277 25,327 അതിന് മുകളിൽ 388 455 ലെവലിലേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി താഴേക്ക് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 25,092 താഴെ 25,092 എന്ന് പറഞ്ഞാൽ ഈ പ്യൂസ് താഴെ നിൽക്കുകയാണെങ്കിൽ 25,044 എന്ന് പറഞ്ഞ ആ ഒരു ചെറിയൊരു സപ്പോർട്ട് സോൺ ഉണ്ട്. 25,044 എന്ന് പറഞ്ഞ ചെറിയൊരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഓക്കെ, അതൊരു എസ് സോൺ ആണ്. തിരിച്ച് നിങ്ങളെ മനസ്സിൽ ഓർത്തോളാം. ബെയറിഷ് റെഫറൻസ് പറഞ്ഞാൽ ഞാൻ നാളത്തെ ഒരു ദിവസം നിങ്ങൾ ഓർത്തോളാം. ബെയറിഷ് റെഫറൻസ് പറഞ്ഞാൽ അത് ഇപ്പോഴും 24,900 ഭാഗത്ത് തന്നെയാണ്. കാരണം അതിന് താഴെ മാത്രമേ ഞാൻ സെല്ലിംഗ് എടുക്കുന്നുള്ളൂ ഒരു മേജർ ആയിട്ടുള്ള. അതിന് താഴെ വരണമെങ്കിൽ അടുത്തത് 24,900 എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര അടുത്തത് വരുന്നത് 24,986 എന്ന് പറഞ്ഞ പി ഒ സി സപ്പോർട്ടും 24 എന്താണ് S2 എന്ന് പറഞ്ഞാൽ 24,986ഉം ഇതിന് താഴെ ബെയറിഷ് റെഫറൻസ് ആണ്. അതിന് താഴെ ഒരു നോക്കിയാൽ S3. ഈ ബെയറിഷ് റെഫറൻസിന് താഴെ മാത്രമേ ഞാൻ ഒരു ഡിസിസീവായ ഒരു ഫോള് കാണുന്നുള്ളൂ. നമുക്കൊരു ട്രെൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബുള്ളിഷും ബെയറിഷും ഞാൻ വരയ്ക്കുന്നത്. സോ ഈ ബെയറിഷ് റെഫറൻസ് താഴെ മാത്രമേ നിങ്ങൾ ഈ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇല്ല എങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ താഴേക്ക് വന്ന് ഈ ഭാഗത്ത് നിന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്തോളൂ 25,200 മുകളിലാണെങ്കിൽ 25,455 വരെ പോകാൻ ചാൻസ് ഉണ്ട്. 25,092 താഴെ ആണെങ്കിൽ 24,900 വരാം. 24,900 താഴെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു സിവിയർ സെൽ ഓഫ് നിഫ്റ്റി ഫ്യൂച്ചറിൽ നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ. പ്രത്യേകിച്ച് ഓർത്തോളൂ RBI ക്യാൻ ബി എ ഡേഞ്ചർ ഡേ. RBI ഡേ ക്യാൻ ബി എ ഡേഞ്ചർ ഡേ. RBI ക്യാൻ ബി എ ഡേഞ്ചർ. സോ RBI ഡേ ഡേഞ്ചർ ഡേ ഉണ്ടാക്കാം. RBIക്കും ഒരു ഡേഞ്ചർ ആക്കി തരാനുള്ള ചാൻസ് വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. മാർക്കറ്റ് വേണമെങ്കിൽ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഷോർട്ട് കവറിങ് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്സിലൊക്കെ നല്ല രീതിയിലുള്ള ഷോർട്ട്സ് ഉണ്ട്. അത് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ബാങ്ക് സ്റ്റോക്സ് HDFC ബാങ്ക് ICICI ബാങ്ക് ഒക്കെ നല്ല രീതിയിലുള്ള ബൈയിങ് നാളെ മാർക്കറ്റ് പോസിറ്റീവായി വരികയാണെങ്കിൽ കാണാം. ഇല്ല എങ്കിൽ അടിക്കാനും ചാൻസ് ഉണ്ട്. ഇല്ല എങ്കിൽ ഇതിനകത്ത് 25,200 25,986 പറയും ഇത്രയും ഭാഗത്ത് വേണമെങ്കിൽ ബാലൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് നാളെ നല്ല ഇതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൾ RBI എന്ത് പറയുന്നോ അതേപോലെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കും നാളത്തേക്ക്
ഞാൻ പ്രതീക്ഷിച്ച് കാണുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ബാങ്ക് നിഫ്റ്റി. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയെ പോലെ ഒരു എക്സെഷൻ തന്നിട്ട് അത് ഫെയിലർ ആയി. സോ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ എക്സെഷൻ വന്നു. അത് പക്ഷേ അത് ഫസ്റ്റ് ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടായിരുന്നു. പക്ഷെ ആ ഫസ്റ്റ് ടാർഗറ്റിന്റെ ഭാഗത്തൂടെ തരാതെ 51,500ന്റെ ഭാഗത്ത് ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷ അവൻ താഴേക്ക് വരികയും തിരിച്ച് വീണ്ടും കഷ്ടപ്പെട്ട് തിരിച്ച് കയറി ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ചെറിയൊരു എക്സസ് മുകളിലുണ്ട്. ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ വേണമെങ്കിൽ പറയാം. ഒരു എക്സസ് മുകളിലുണ്ട്. പി ഒ സി വന്നിരിക്കുന്നത് 51,379ന്റെ ഭാഗത്താണ് പി ഒ സി. സോ ഓർത്തോളുക, 51,379 പി ഒ സി, 51,531 നമ്മളെ സംബന്ധിച്ചുള്ള ബുൾ ബെയറിഷ് റെഫറൻസ്. ഓർത്തോളുക. അപ്പം ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റി എന്താണ്? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ പി ഒ സി വന്നിരിക്കുന്നത് നമ്മൾ ഇതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഒന്നേന്ന് വരയ്ക്കാം. സോ 51,372 ഇന്നത്തെ പി ഒ സി. 51,372 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ പി ഒ സി. സോ അതിന്റെ കളർ നിങ്ങൾക്ക് അറിയായിരിക്കില്ല. പി ഒ സിയുടെ കളർ ഞാൻ അത് മാർക്ക് ചെയ്ത് കൊടുത്തു. 51,500 51,500 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് ആയിട്ടുള്ള റെഫറൻസ്. ബുള്ളിഷ് റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? 51,500. ഓർത്തോളുക, 51,500 ആണ് ബുള്ളിഷ് റെഫറൻസ്. ഓർത്തോളുക. ഈ ബുള്ളിഷ് റെഫറൻസിന് 51,500 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത എത്ര വരാം? 51,640, 51,640, 51,640, R1, 51,640. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എവിടെ വരെ പോവാം? 640 ചെറുതാനും കൂടെ 640 680. ഓക്കെ, അത് മാറിപ്പോയി. 51,689 ആണ് R1. അത് വളരെ അടുത്താണ്. പക്ഷെ അവിടെ സെല്ലിംഗ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് വരുന്നത് 51,901. ഓക്കെ, 51,901 ആണ് അടുത്തത്. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള R2. R2വിന് മുകളിലാണെങ്കിൽ അടുത്ത വരുന്നത് എന്താണ്? അടുത്ത് നിങ്ങൾ ഓർത്തോളുക, R2വിന് മുകളിൽ അടുത്ത വരുന്നത് 52,198. 52,198. സോ ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള R3. 52,908 എന്ന് പറഞ്ഞ R3യിലേക്ക് ഭാഗത്തേക്കുള്ള പോക്ക് വളരെയധികം ബാങ്ക് നിഫ്റ്റിക്ക് പോസിബിൾ. 52,908 ഇതാണ് നമ്മുടെ ലെവല്. ഈ 52,908 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 50,350 എന്ന് പറഞ്ഞ 300 എന്ന് പറഞ്ഞ ഭാഗത്തേക്കുള്ള റെസിസ്റ്റൻസ് മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് താഴോട്ട് എന്ന് പറയുമ്പോൾ 51 ഞാൻ പറഞ്ഞു 51,372 ഇന്നത്തെ പി ഒ സി. സോ ആ പി ഒ സിയിൽ താഴെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, 51,236 ചെറിയൊരു സപ്പോർട്ടാണ്. സോ 51,236, 51,236 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള S1. ഓക്കെ, അതിന്റെ സപ്പോർട്ട് ഞമ്മക്ക് കളർ ഞാൻ മാറ്റി എഴുതാം, പച്ച കളർ കുറച്ചു. ഇനി അതിന് താഴെ അടുത്ത വരെയാണെങ്കിൽ 51,236 താഴെ അടുത്ത വരണത് വെച്ചാൽ 51,079, 51,079, 51,079. അതാണ് നമ്മുടെ S2. ഇവിടെയും നിഫ്റ്റിയെ പോലെ തന്നെയാണ് റെഫറൻസ് സ്റ്റോൺ 51,079. ഓർത്തോളുക, S3 അടുത്ത വരുന്നത്. S3 എന്ന് പറയുമ്പോൾ അടുത്തത് നേരെ 50,864. അതാണ് നമ്മുടെ ബെയറിഷ് റെഫറൻസും. 50,868 അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള S3 ആൻഡ് ബെയറിഷ് റെഫറൻസ്. ഇതിന് താഴെ മാത്രമേ നിങ്ങൾ ഇനി എന്താണ് ഒരു വലിയൊരു സെൽ ഓഫ് മാർക്കറ്റിലേക്ക് വരാനുള്ള ചാൻസ് കാണുന്നുള്ളൂ. അപ്പൊ ഓർത്തോളൂ, ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ലെവല്. ഇതിന് താഴെ RBI ദിവസം ആയതുകൊണ്ട് RBI ക്യാൻ കിൽ ആൻഡ് RBI ക്യാൻ ഗീവ്. രണ്ടും നടക്കാം മാർക്കറ്റിൽ. അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്തോളുക. അത് പണിയില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറ്റും? മാർക്കറ്റ് എങ്ങനെ വേണം മൂവ് ചെയ്യാം. പണി ഉണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ നല്ല രീതിയിൽ മൂവ്മെന്റ് താഴേക്കോ മുകളിലേക്കോ വരാം. ഇല്ല എങ്കിൽ ഒരു കൺസോൾട്ടേഷൻ തരാനുള്ള ചാൻസ് ആയിരിക്കും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും കാണുന്നത്. സോ നിങ്ങളൊരു കാര്യം ഓർത്തോളുക, നമ്മുടെ ലെവൽ വ്യക്തമായി നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾ 5 മിനിറ്റ്സിനെ ചാർട്ടിൽ എടുക്കുക, ആ രീതിക്ക് ട്രേഡ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലെവൽ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, ഒന്ന് കാണുക. അത് എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ, അത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ തമിഴിൽ കാണിച്ചിരുന്ന നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു 3 days നമ്മളോട് ലൈവായിട്ട് വന്ന് ട്രേഡ് ചെയ്യും.
അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് 1% സ്ട്രാറ്റജി വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, മാർക്കറ്റ് പ്രൊഫൈലൊക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക. അതൊക്കെ എല്ലാ നിങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചുള്ള, അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി ഞങ്ങളുടെ ആ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ലൈവ് ലിങ്ക് തരും. നമ്മുടെ ഗൂഗിൾ മീറ്റിൽ കയറുക, കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം, മാർക്കറ്റ് പ്രൊഫൈൽ കാണാം, ഡൗട്ട് ക്ലിയർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. നാളെ RBI ദിവസമായതുകൊണ്ട് 10 മണി വരെ കഴിവതും റെഡി ആയിരിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ.